അവന്മാര് മോളെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞത് സത്യമാണല്ലോ. അതെ, എന്നെ ഒന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി. മോളെ, ഞാൻ പ്രതാപനെ കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോ തന്നെ അവനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടാ വാമദേവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് പ്രതാപൻ കോടതിയിൽ നടന്നതെല്ലാം പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും മുത്തശ്ശി? അയ്യോ, എന്ത് ചെയ്യുമെന്ന് ഇനി എനിക്കറിയാൻ മേലേ. 14 ദിവസം കഴിയുമ്പോ ജാമ്യം കിട്ടുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടും കേസ് നടക്കും. പിന്നെ വിധി വന്നു കഴിഞ്ഞാ എത്ര കാലം അവര് ജയിലിൽ കിടക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊന്നും അല്ല പ്രശ്നം. ഉണ്ണി അവന്റെ അമ്മയെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതാ. ഇനിയിപ്പോ ഉണ്ണിയേട്ടൻ എന്നെ വിളിക്കുന്നില്ലെങ്കിൽ വിളിക്കണ്ട. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെ വിളിക്കാതിരുന്നാലേ പ്രതാപൻ ജയിലില്ല. ഞാൻ ഇനി എത്ര കാലം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നീ എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മരിക്കും. അയ്യോ, അല്ലാതെ എന്ത് ചെയ്യാനാ മോളെ? എങ്ങനെ ജീവിച്ചിരുന്നവരാ മോളെ നമ്മള്? ഇതിപ്പോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ കാര്യങ്ങള്. പ്രതാപനാകെ വിഷമിച്ചാ ജയിലിലേക്ക് പോയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ നിനക്ക് വേണ്ടി മാത്രമല്ലേ ജീവിച്ചത്. ഇപ്പൊ ഏതായാലും നിന്റെ അമ്മയ്ക്കും അവിടെ മൂത്ത മോക്കും സന്തോഷമായി കാണും. അയ്യോ, സന്തോഷിക്കട്ടെ. ദുഷ്ട കൂട്ടങ്ങള് സന്തോഷിക്കട്ടെ. അവളൊക്കെ സന്തോഷിക്കട്ടെ. അയ്യോ, ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണ് വിശ്വനാഥന്റെ കൊലപാതകമെന്ന് കോടതി വിലയിരുത്തി. സ്വന്തം അച്ഛന്റെ മരണം വീൽ ചെയറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന വക്കീലായ മകൻ തന്നെയാണ് വാദിച്ചത്. അതിനും കോടതി സാക്ഷിയായി. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസർ ആയിരുന്ന വാമദേവൻ തന്റെ ജോലിയിൽ വീഴ്ച വരുത്തിയത് കണ്ടെത്തിയപ്പോഴാണ് പ്രതി വിശ്വനാഥനെ കൊല്ലാൻ തീരുമാനിച്ചത്. അക്കാലത്ത് പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്ന ലോറി ഡ്രൈവർ പ്രതാപചന്ദ്രനെ അതിനുവേണ്ടി വാമദേവൻ തെരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് അരങ്ങേറിയത് ആരെയും ഞെട്ടിക്കുന്ന അരും കൊലയായിരുന്നു. ഈ കേസിൽ അഡ്വക്കേറ്റ് കണ്ണന്റെ ഭാര്യയായ മഹാലക്ഷ്മിയുടെയും പ്രതാപചന്ദ്രനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ശർമ്മയുടെയും മൊഴികൾ കേസിനെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഈ കൊലപാതകം നടക്കുമ്പോ അതിന് സാക്ഷിയായ 5 വയസ്സുകാരി മഹാലക്ഷ്മി അപകടത്തിൽ അരയ്ക്ക് താഴോട്ട് തളർന്ന കണ്ണന്റെ ഭാര്യയായി വന്നത് ഒരു നിമിത്തമായിരുന്നെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനമായിരുന്നെന്നോ പറയാം. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും യഥാർത്ഥ പ്രതികൾ മറനീക്കി പുറത്തു വരുമെന്ന് ഒരിക്കൽ കൂടി ഈ കേസ് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് എടാ മോനെ, വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. നിന്റെ അച്ഛനും പ്രതാപചന്ദ്രനും ചെയ്തു കൂട്ടിയ ഓരോരോ കഥകള്. 2 ജയിലിലേക്ക് കൊണ്ടുപോയടാ. എന്തിനാടാ കരയുന്നേ? നിന്റെ അച്ഛനെന്ന് പറയുന്ന ആള് നിന്റെ അനിയത്തിയുടെ ഭാവിയും കൂടെ തകർത്തു. ഇനി കൊലയാളിയുടെ മോളെ കെട്ടാൻ ആരെങ്കിലും വരുവോടാ? വന്നാ തന്നെ അവര് സ്ത്രീധനം മോഹിച്ച് വരുന്നവരായിരിക്കും. അങ്ങനെ ഒരുത്തിനെ കൊടുക്കാൻ എന്റെ കയ്യില് വല്ലതും ഉണ്ടോ? സഹായിക്കുന്നവനെ പോലും പിണക്കി. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. നിന്റെ ചികിത്സയ്ക്കും വേണ്ടേടാ പണം. നീ ഇനി ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ തന്നെ എത്ര കാലം കഴിയണം?